സംയുക്ത ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്ക് വിജയിപ്പിക്കുമെന്ന് CITU ജില്ലാ സെക്രട്ടറി M. ഹംസ. BMS ഒഴികെയുള്ള സംഘടനകൾ പണിമുടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധതയിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് സംഘടിപ്പിക്കുന്നത്. 17-ന് ആവശ്യങ്ങൾ ഉയർത്തി നടത്തുന്ന പണിമുടക്കിൽ BMS ഒഴികെയുള്ള സംഘടനകൾ പണിമുടക്കുമെന്നും M. ഹംസ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഭിന്നാഭിപ്രായങ്ങളെ ബഹുമാനിക്കുന്ന ഒരു ഭരണകൂടമായി ഇന്ത്യൻ ഭരണകൂടം മാറും. ഭിന്നത പ്രകടിപ്പിച്ചാൽ, വ്യത്യസ്തതകൾ പ്രകടിപ്പിച്ചാൽ അവരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തി ജയിലിലടക്കുന്ന രീതിയിലേക്ക് ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന് വല്ലാത്ത തകരാറിലേക്ക് വന്നിരിക്കുന്നു. തൊഴിലാളി ദ്രോഹം നടപ്പിലാക്കുന്നതിനായി മാത്രമാണ് ലേബർ കോഡിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. എക്സിക്യൂട്ടീവിനും ജുഡീഷ്യറിക്കും അമിതാധികാരം നിയമനിർമ്മാണത്തിലുണ്ടാവാൻ പാടില്ലെന്ന സാമൂഹിക നീതിയുടെ വിരുദ്ധ നിലപാടാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. കുറ്റകൃത്യങ്ങളിൽ തൊഴിലാളികൾ മാത്രം ശിക്ഷിക്കപ്പെടുന്നതാണ് ലേബർ കോഡ്. തൊഴിലാളി വേതന വർധനവ്, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കൽ, വിലക്കയറ്റ നിയന്ത്രണം, സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം നിർത്തലാക്കുക, സൗജന്യ വിദ്യാഭ്യാസം, ആരോഗ്യം, വെള്ളം, ശുചിത്വം തുടങ്ങിയ 17 ആവശ്യങ്ങൾ ഉയർത്തിയാണ് അഖിലേന്ത്യാ പണിമുടക്ക്. പണിമുടക്ക് വിജയത്തിന് ആവശ്യമായ വാഹന പ്രചരണ ജാഥ ഉൾപ്പെടെ ജില്ലയിൽ നടത്തുമെന്നും M. ഹംസ പറഞ്ഞു. AITUC ജില്ലാ സെക്രട്ടറി NG മുരളീധരൻ നായർ, CITU ജില്ലാ പ്രസിഡന്റ് PN മോഹനൻ, NLC ജില്ലാ കമ്മിറ്റി അംഗം ഉണ്ണികൃഷ്ണൻ, TUC ജില്ലാ കമ്മിറ്റി അംഗം N. സുബ്രഹ്മണ്യൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആ 4 ലേബർ കോഡുകൾ എന്ന് പറഞ്ഞാൽ ലേബർ കോഡല്ല, കോർപ്പറേറ്റ് പ്രൊട്ടക്ഷൻ കോഡായിട്ടാണ് മാറ്റിയിട്ടുള്ളത്. ഒരു നിയമനിർമ്മാണം നടത്തുന്ന സന്ദർഭത്തിൽ ആ നിയമനിർമ്മാണത്തിന്റെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശത്തിനനുസരിച്ചല്ല ലേബർ കോഡ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ലേബർ കോഡുകളിൽ വെച്ച എല്ലാ പ്രൊവിഷനുകളും ഓരോന്നും എടുത്തെടുത്ത് എക്സിക്യൂട്ടീവിന് അത് എക്സെപ്റ്റ് ചെയ്യാനുള്ള അധികാരം ലേബർ കോഡിൽ കൊടുത്തു.